വെൽക്കം ബാക്ക് ടു നാസിനൻസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ. കുട്ടികൾക്കല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കായിരുന്നു കേട്ടോ, എൻ്റെ ഹെയറൊക്കെ ആകെ നാശമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഹെയർ സ്പാ ചെയ്യാമെന്നുള്ള കേട്ടോ. ശരിക്കും എൻ്റെ മുടിക്ക് നല്ല പ്രോട്ടീനൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അവർ. അപ്പോൾ ശരിക്കും ബട്ടോക്സിയോ അല്ലെങ്കിൽ അതേപോലെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് ഒരുപാട് സമയം എടുക്കും. അതുമാത്രമല്ല ഇപ്പം കുറേ ദിവസത്തേക്ക് മുടി അങ്ങനെ വാഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വീക്ക്ലി ഇങ്ങനെ ഒരു തല നനയ്ക്കാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്, ചൂടൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല കേട്ടോ. പക്ഷേ അവർ നല്ല ഒരു ഹെയർ സ്പായും അതേപോലെ നല്ല മസാജൊക്കെ ചെയ്തു തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഒരു ഹെയർ ചെയ്തു തന്നു. ഞാൻ ലെയർ കട്ടായിരുന്നു ചെയ്തത്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സർവീസായിരുന്നു കേട്ടോ അവരുടേത്. പാപ്പ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതിനും ഒരു 1.5 മണിക്കൂർ സമയം എടുത്തു കേട്ടോ. അത്രയും ടൈം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞു, നമ്മൾ പോവാണ് കേട്ടോ. ഇനി എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആയിട്ടോ. ഞങ്ങൾ വന്നത് കുറച്ച് ഒരു 10-11 മണിയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പോവുകയാണ്. ഞങ്ങൾ വന്നിട്ടുള്ളത് ബത്തേരി നാച്ചുറൽസിലാണ്. ഹെയർ ഒക്കെ കട്ട് ചെയ്ത് തന്നു. ഇനി നമ്മളൊരു ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാനൊരു ബട്ടോക്സ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അല്ലാതെ ഒരു ഹെയർ സ്പാ ചെയ്തു കേട്ടോ. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. ഹെയർ സ്മെല്ലൊക്കെ ചെയ്തു. സ്മെല്ലുണ്ടോ? അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഹെയർ കട്ട് ചെയ്തത് വീട്ടുകാരുടെ സ്വസ്ഥതയും സമാധാനവും പോയി. കാരണം ഇന്നിപ്പോ ഫുള്ള് ഷോ ആയിരിക്കും പാപ്പു. നമ്മളൊക്കെ വീട് വിട്ടിട്ട് പോണാണ് നല്ലത്. ഇന്നിപ്പോ ഇങ്ങനെ വന്ന് കാണിക്കലും ഇങ്ങനെ വന്ന് കാണിക്കലൊക്കെ ഉണ്ടാവും. ഒരു ആംഗിളൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ നോക്കും ഏതാ നല്ല ഇതൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പോയിട്ട് കരുമാടി വന്നൊരു ആമി അല്ലേ, ടൂറ് പോയിട്ട് മുഖമൊക്കെ കരുവാളിച്ചു പോയി. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ചെറിയ വീക്കെൻഡിലെ കുറച്ച് പരിപാടികളാണ്. വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, സാറ്റർഡേ പരിപാടികൾ. ബാപ്പുവിന് ഹെയർ കളർ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ആമി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആമിക്കും ചെയ്യണമെന്ന്. അത് സമ്മതിക്കൂല പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു ദിവസം ബാപ്പുവിന് ഹെയർ കളർ ചെയ്യാം അല്ലേ? അല്ല, രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു പ്രാവശ്യം ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഇന്ന് ഞങ്ങൾ ഇനിയിപ്പം അതിന് മുന്നേ ഫുഡ് വാങ്ങിച്ചിട്ട് പോകാം. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അല്ലേ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇളന്നി കുടിക്കാൻ പോകാം കേട്ടോ. എല്ലാവർക്കും നല്ല ദാഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഇടയ്ക്ക് വന്ന് ഇളന്നി കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഉണ്ടാമി പിന്നെ ആമിക്കൊരു ഉപ്പിലിട്ടതും കൂടെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ നോക്കുന്നത്? ആമി ഉപ്പിലിട്ടത് നോക്കാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ കുടിക്കണം. പാപ്പുന് വേണ്ട. ആമി കാമ്പ് കഴിക്കുന്നുണ്ട്. നല്ല കാമ്പുണ്ട് അല്ലേ? ആമിക്ക് ഇളന്നി ഇഷ്ടമാണ്. ആമിക്ക് ബിരിയാണിനേക്കാളും ചിലപ്പോൾ ഇളന്നിയൊക്കെ ആയിരിക്കും ഇഷ്ടം. പിന്നെ ഉപ്പിലിട്ടതും. ഇതിൽ കുറേ സാധനങ്ങളുണ്ട് അല്ലേ? ഇതാണ് ലവലോലിക്ക നീ പറയണേ? ഓക്കെ. പിന്നെ ഇതാ ക്യാരറ്റ് ഉപ്പിലിട്ടുണ്ട്, മാങ്ങ ഉണ്ട്, പേരൊക്കെ ഉണ്ട്. പാപ്പന് ക്യാരറ്റ് വേണോ? ഇഷ്ടമുണ്ടോ? അത് പിന്നെ കുറച്ച് ആവശ്യം മതിയോ?
തുറക്കണ്ട. ഏതാ വേണ്ടത്? ഇതൊന്ന് ഇതാക്കി ഒരു നെല്ലിക്ക എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും ചെയ്യാം. കൊണ്ടുപോകണ്ട. അവൾക്ക് വേണമെന്ന്. അപ്പം നമ്മളിനി ഓലെന്ന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വണ്ടിയിലിരിക്കുകയാണ് അല്ലേ പപ്പു? ഹായ് ഗൈസ്, ഇന്ന് പാപ്പും നമ്മൾ വെയിറ്റ് ചെയ്യാണ് അല്ലേ, ഫുഡ് അപ്പം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഇവിടെ അതെ, അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ആമ ഇവിടെ ഉണ്ട്. അതെ, അപ്പം വരുന്ന വരെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഒരു ഇളനിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണ് ഇവിടെ. ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. പാപ്പു ഉറങ്ങിപ്പോയോ? പാപ്പു ഉറങ്ങിയോ? നോ അല്ലേ. വരുന്നുണ്ട്. നല്ല വെയിലാട്ടോ. നമ്മളെ ഫുഡ് കഴിച്ചു. ആമിക്കുട്ടി രണ്ടോ നോക്കിയപ്പോ. അപ്പൊ ഇനി നമ്മള് നേരെ എങ്ങോട്ടാ പാപ്പു? വീട്ടിലേക്ക്. നെപ്പിനൊന്നും കൂട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് പോവാട്ടോ. ഓലല്ല നല്ല തിരക്കാണ് ഈ സമയത്ത്. അപ്പൊ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടോ. എനിക്ക് നല്ല പൊതിച്ചോറാണ് വാങ്ങിച്ചിട്ടുള്ളത്. എൻ്റെ പൊതിച്ചോറിൽ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഓലെന്ന് ഇതേപോലെ പൊതിച്ചോറ് കഴിപ്പിക്കലുണ്ടേ. ഓലിന് ഇഷ്ടമില്ലാത്തൊരു കൂട്ടുകാരുണ്ട് നമുക്ക്. ഓലിന് എന്ത് വാങ്ങിയാലും ഇഷ്ടമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഓലിന് എപ്പോഴും ഇതേപോലെ എനിക്കിപ്പോൾ തന്നെ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ചിക്കൻ ഉണ്ട്, അതുപോലെ ചമ്മന്തി ഉണ്ട്, ഫിഷ് ഇതാണ് ഒരു ഉപ്പിലിട്ടതാണ്, പിന്നെ മീനുണ്ട്, തോരനുണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ആമിയും നാസിയും വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി. നാസിക്ക് വെറും ചിക്കൻ. പിന്നെ ആമീൻ്റെ ലൗലോലിക്കയും ക്യാരറ്റും നെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആമി. പൈനാപ്പിളും ഉണ്ട്. അപ്പം എല്ലാവരുടെയും ഫുഡൊക്കെ കഴിക്കുകയാണ്. പാപ്പുച്ചിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. പാപ്പുന് എരിവില്ലാതെ റൈസ് മാത്രം എടുത്ത് വെക്കുകയാണ്. ചിക്കൻ മാത്രം കഴിക്കുന്നുണ്ട് പാപ്പു, ആമി. അപ്പം നമ്മളെല്ലാവരും കഴിക്കാം കേട്ടോ. ആരും വന്ന് ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ടോപ്പുകളൊക്കെ. നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.